ഹായ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നൊരു ആർട്ട് വർക്കാണ് ഫോട്ടോ എംബ്രോയ്ഡറി എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഫസ്റ്റിലെ ഒരു ഫോട്ടോ പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ചെയ്യാം, കളറിലും ചെയ്യാം. ഇപ്പോൾ നമുക്ക് കളറിൽ ചെയ്തേക്കുന്നതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മുടെ എംബ്രോയ്ഡറി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള വർക്ക് ചെയ്യാനായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ പ്രിൻ്റ് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലൊരു ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഭാഗം ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ഭാഗം കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട സ്ഥലത്ത് ഫസ്റ്റിലെ ഇതുപോലെ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കുക. നമ്മുടെ നീഡിൽ വെച്ചിട്ട് തന്നെ ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോഴായിരിക്കും നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എംബ്രോയ്ഡറി ചെയ്തെടുക്കാൻ പറ്റുന്നത്. നമുക്ക് സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള 2-3 സ്റ്റിച്ചസ് വെച്ച് തന്നെ ഇത് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ സെൻറ്റർ പോർഷനിൽ ബുളിയൻ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് ഈ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് ചെയ്യാനായിട്ട് ഞാൻ സാറ്റിൻ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ത്രെഡിൻ്റെ 3 സ്ട്രാൻഡ്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ഒരുപാട് ത്രെഡ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ 3 സ്ട്രാൻഡ്സ് മാത്രം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ലീവ്സിൽ ഫുള്ളായിട്ട് നമ്മളിതുപോലെ സാറ്റിൻ സ്റ്റിച്ച് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലീഫിൻ്റെ അതേ ഷേപ്പിനനുസരിച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നോർമൽ ഒരു ഫോട്ടോ നമ്മളിതുപോലെ ഫ്രെയിം ചെയ്ത് വെക്കുന്നതിനേക്കാളൊക്കെ ബെറ്ററായിട്ട് കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മളിതുപോലെയുള്ള അതിൽ നമ്മുടെ ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റിയും കൂടെ ആഡ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ടിരിക്കും. ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോസോ നിങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോസൊക്കെ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചെന്നൊക്കെ ബ്യൂട്ടിഫുൾ ആയിരിക്കത്തില്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് അധികം ചിലവൊന്നും ഇല്ലാണ്ട് തന്നെ മനോഹരമായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇപ്പോൾ നമുക്കിത് ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ലീവ്സിൽ ഫുള്ളായിട്ട് സാറ്റിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2-3 ബേസിക് സ്റ്റിച്ച്, ഇതിന് എംബ്രോയ്ഡറി സ്കിൽസ് വേണമെന്നൊന്നുമില്ല. 2-3 ബേസിക് സ്റ്റിച്ച് അറിഞ്ഞിരുന്നാൽ മതി, നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ ഒരു ഫോട്ടോനേക്കാളും കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടില്ലേ നമ്മളിത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ബൈ.